Hello guys, welcome back to my channel. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ ടു ബി പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ടിപ്സ് ഹാക്സ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. സോ വെൽക്കം ടു ദ വീഡിയോ. സോ ഇന്നത്തെ ദിവസം എനിക്ക് മെയിൻലി ഒരു 2 ക്രാഫ്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് അസൈൻമെൻറ്റും കാര്യങ്ങൾ എഴുതി തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. സോ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ചായ വെച്ച് കുടിക്കുന്ന കുറച്ച് ക്ലിപ്സ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹൗ ടു ബി പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ടിപ്സും ഹാക്സൊക്കെ ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേരല്ല കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന്. അതിൽ ഞാൻ കുറച്ച് പ്രൊഡക്ടിവിറ്റി ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു. ഒരുപാട് പേരെന്നല്ല, അത് ഒരു ഫ്ലോയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു പ്രൊഡക്ടിവിറ്റി ടിപ്സൊക്കെ ഷെയർ ചെയ്യുമോ, നല്ല യൂസ്ഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെയിൻലി ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല, പിന്നെ ഓരോന്നും പറഞ്ഞ് നിങ്ങളെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നുമില്ല. മെയിൻലി പ്രൊഡക്ടിവിറ്റി ടിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് ഈ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് ബോറടിക്കാതെ ഈ ഒരു സ്ക്രീൻ ടൈം ഫോണിലെ യൂസൊക്കെ കുറച്ച് ബോറടിക്കാതെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിട്ട് ഇരുന്ന് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനാണല്ലോ ഈ പ്രൊഡക്റ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. കുക്കിംഗ്, ക്രാഫ്റ്റിംഗ്, ജേർണലിംഗ്, ഡ്രോയിങ്, അല്ലെങ്കിൽ ഗാർഡനിങ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് ആൻഡ് വർക്ക് ചെയ്യുന്നത്, പെയിൻറ്റിങ്, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നത്, പാട്ട് കേൾക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്ടിവിറ്റി ടിപ്സിൽ വരുന്നുണ്ട്. ഇത് ഓരോന്നും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ചെയ്യണമല്ലോ എന്നോർത്ത് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മടുപ്പായി പോകും. പിന്നെ നമുക്കത് ചെയ്യാനും തോന്നില്ല. ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടത്തോടുകൂടി ചെയ്യാനും തോന്നും, ഒരു മടുപ്പും തോന്നില്ല, നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കുകയും ചെയ്യും. സോ അങ്ങനെയൊക്കെ നിങ്ങളും പ്രൊഡക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.